പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി.പി. ഗംഗാധരന് ഭീഷണി. മുംബൈയിലെ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ അയച്ച കത്തിലൂടെയാണ് ഭീഷണി. ഡോക്ടർ ഗംഗാധരന്റെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിക്കാനിടയായെന്നും തുടർന്ന് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തെന്നുമാണ് കത്തിലെ ആരോപണം. സംഭവത്തിൽ ഡോക്ടർ ഗംഗാധരൻ മരട് പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് ഡോക്ടർ വി.പി. ഗംഗാധരന് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം പെൺകുട്ടി മരിക്കുകയുണ്ടായിരുന്നു. തുടർന്ന് ഇതിൻ്റെ വിഷമത്തിൽ പെൺകുട്ടിയുടെ അമ്മയും ആത്മഹത്യ ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ ഡോക്ടറുടെ കുടുംബത്തിൻ്റെ അടക്കമുള്ള ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 8.25 ലക്ഷം രൂപ ബിറ്റ്കോയിനായി നൽകണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. ഈ കത്തിനോടൊപ്പം തന്നെ ഒരു QR കോഡും ലിങ്കും നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ QR കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ ലിങ്ക് മുഖേനയോ ഇങ്ങനെ 8.25 കോടി രൂപ നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഡോക്ടറുടെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 17-ാം തീയതി, അതായത് മെയ് മാസം 17-ാം തീയതിയാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്നുള്ള ഒരു അഡ്രസ്സിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് സൈബർ പോലീസിൻ്റെയും ഒപ്പം തന്നെ തപാൽ വകുപ്പിൻ്റെയും ഏകോപിച്ചുകൂടിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കാര്യം ഈ കത്ത് വന്നതിൻ്റെ കൃത്യമായ അഡ്രസ്സ് കാര്യങ്ങളടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ഈ QR കോഡ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം അത് സൈബർ പോലീസ് നടത്തും. കത്തിൻ്റെ അഡ്രസ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള വിശദീകരണം അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തുക ഏതായാലും തപാൽ വകുപ്പായിരിക്കും. ഇങ്ങനെ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി. അതായത് ഒരു ഭീഷണി മാത്രമല്ല, ഭീഷണി സന്ദേശം മാത്രമല്ല, ഇത് വധഭീഷണിയാണ് ഡോക്ടർ വി.പി. ഗംഗാധരന് നേരെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വധഭീഷണിയാണ്. ഡോക്ടറെ മാത്രമല്ല, ഡോക്ടറുടെ കുടുംബത്തിനടക്കം ആക്രമിക്കും അല്ലെങ്കിൽ അപകടത്തിൽ പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് ഈ കത്തിൽ പറയുന്നത്. ഈ പണം നൽകിയില്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും. കാര്യം ഇവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടിയുടെ, അതായത് ഈ ഡോക്ടർക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഒരു ചികിത്സാ പിഴവാണ്. ഈ മരിച്ച കുട്ടിയുടെ പിതാവിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന സംഘടന ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചത് എന്നാണ് പറയുന്നത്. ഈ പിതാവ് ഇവർക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇത്തരം ഒരു സംഘടന ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് സൈബർ പോലീസിനും ഒപ്പം തന്നെ തപാൽ വകുപ്പിനെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ QR കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ കത്തിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏതായാലും തപാൽ വകുപ്പും അന്വേഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ മുംബൈയിൽ നിന്നാണ് ഈ കത്തിൻ്റെ ഒരു അഡ്രസ്സ് ലഭിച്ചിരിക്കുന്നത്. അത് അവിടെ നിന്ന് തന്നെ അയച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി. പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി.പി. ഗംഗാധരന് വധഭീഷണി ഉണ്ടായിരിക്കുന്നതും കിരൺ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.